ഗണേഷ് കുമാർ വിഷയം നമ്മൾ നേരത്തെ രണ്ട് മൂന്ന് തവണ സംസാരിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊന്ന് നോക്കൂ. പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കൻ ഇതാ ഒടുവിൽ ഒരാൾക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങുകയാണ്. അതെ, ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയ ചതുരംഗ കരുവിന് മുന്നിൽ മുഖ്യമന്ത്രി സാഷ്ടാംഗം വണങ്ങുന്ന കാഴ്ചയാണിത് കേരളം കാണുന്നത്. ഒരു വശത്ത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്ന സർക്കാർ, മറുവശത്ത് സ്വന്തം മന്ത്രിയുടെ വീട്ടിൽ ഒരു സ്ത്രീ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ ചെവി കൊടുക്കാൻ കഴിയാത്ത പോലീസ്. എന്താണ് വാളകത്തെ ആ മന്ത്രിമന്ദിരത്തിൽ ആ രാത്രി നടന്നത് എന്ന് നമ്മൾ സംസാരിച്ചു. എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ചിട്ടും ആ വിളി മുഖ്യമന്ത്രിയുടെ മകളെ വരെ അറിയിച്ചിട്ടും എന്തുകൊണ്ട് നിയമം കണ്ണടച്ചു? ഇത് കേവലം ഒരു കുടുംബ വഴക്കല്ല, അത് അധികാര ദുർവിനിയോഗത്തിന്റെ പരകോടിയാണ്. ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി, കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി നീതിയെ തെരുവിൽ ബലി കൊടുക്കുന്ന ഈ രാഷ്ട്രീയ നാടകത്തിന്റെ കാണാപ്പുറങ്ങളാണ് നമ്മൾ ഇന്ന് തുറന്നു കാട്ടുന്നത്. ഈ വിഷയത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. പിണറായി വിജയൻ എന്ന കരുത്തനായ മുഖ്യമന്ത്രിക്ക് ഗണേഷ് കുമാറിനെ എന്തിനാണ് ഇത്ര ഭയം? അതോ ഗണേഷിന്റെ കയ്യിലുള്ള മറ്റെന്തെങ്കിലും രഹസ്യങ്ങളാണോ മുഖ്യമന്ത്രിയെ നിശബ്ദനാക്കുന്നത്? 3000 കോടിയുടെ വികസനം പറയുന്നവർക്ക് സ്വന്തം മന്ത്രിയുടെ വീട്ടിലെ ഒരു സ്ത്രീയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ലേ? ഞെട്ടിക്കുന്ന ഈ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സംഭവത്തിന്റെ തുടക്കം തൊട്ട് നമുക്കൊന്ന് പറയാം. കൊല്ലം വാളകത്തെ ഗണേഷ് കുമാറിന്റെ കുടുംബ വീട്ടിൽ ശനിയാഴ്ച രാത്രി നടന്നത് സിനിമയെ വെല്ലുന്ന നാടകങ്ങളാണ്. മന്ത്രിയുടെ പത്നി ബിന്ദു മേനോൻ അവിടെ എത്തുന്നു. അവർ കണ്ടത് അവർക്ക് പോലും വിവരിക്കാൻ കഴിയാത്തത്രയും അപമാനകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. മന്ത്രിയെ മറ്റൊരു സ്ത്രീയോടൊപ്പം മോശമായ സാഹചര്യത്തിൽ കണ്ടു എന്നാണ് അവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഇത് വെറും ഒരു ആരോപണമല്ല, ഇതിന്റെ ദൃശ്യങ്ങൾ തന്റെ ഫോണിൽ പകർത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെയാണ് ക്രൂരത തുടങ്ങുന്നത്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ബിന്ദു മേനോനെ തടഞ്ഞു വെക്കുന്നു. അവരുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിയെടുക്കാനായി ശ്രമിക്കുന്നു. ഒരു സ്ത്രീയെ അവളുടെ സ്വന്തം വീട്ടിൽ വെച്ച് മന്ത്രിയുടെ ഗുണ്ടകൾ, ഭർത്താവിന്റെ ഗുണ്ടകൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ നീതി എവിടെ? ബിന്ദു മേനോൻ ഉടൻ തന്നെ പോലീസ് കൺട്രോൾ റൂമിലെ 112 എന്ന നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ അവിടെ എത്തിയ പോലീസ് എന്താ ചെയ്തത്? അവർ വെറും കാഴ്ചക്കാരായി നിന്നു. മന്ത്രിയാണല്ലോ, കൈയ്യെട്ടി നിൽക്കണല്ലോ, ഇത് കുടുംബപരമായ കാര്യമാണ്, ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണ സ്ത്രീയാണ് ഇത്തരമൊരു പരാതി നൽകിയത് എങ്കിൽ പോലീസ് ഇതേപോലെ മടങ്ങിപ്പോകുമോ? ഇവിടെ നിയമം മന്ത്രിയുടെ വീട്ടുപടിക്കൽ മുട്ടുമടക്കുകയായിരുന്നു. ഈ വിവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ബിന്ദു മേനോൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നതാണ്. എന്തുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാതെ മകളെ വിളിച്ചത്? ഭരണകൂടത്തിന്റെ ചാലക ശക്തിയായി വീണ പ്രവർത്തിക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് ഇത് കൂടുതൽ ബലം നൽകുന്നു. എല്ലാ തെളിവുകളും ഫോട്ടോകളും താൻ വീണയ്ക്ക് അയച്ചു കൊടുത്തു എന്ന് ബിന്ദു മേനോൻ പറയുന്നുണ്ട്. ഇത്രയും ഗൗരവകരമായ ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ കുടുംബം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഗണേഷിനെതിരെ നടപടി ഉണ്ടായില്ല? ഇവിടെയാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ കീഴടങ്ങൽ വ്യക്തമാകുന്നത്. ഒരു വശത്ത് നവോത്ഥാനവും സ്ത്രീ സമത്വവും പ്രസംഗിക്കുക, മറുവശത്ത് സ്വന്തം മന്ത്രിയുടെ ഗാർഹിക പീഡന പരാതികൾ മുക്കുക. തിരഞ്ഞെടുപ്പ് എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മൂല്യങ്ങൾ പണയം വെക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനം ഒരുതരം സാഷ്ടാംഗ പ്രണാമം തന്നെയാണ്. ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഗണേഷ് കുമാർ നൽകിയ മറുപടി നോക്കൂ. ഗാന്ധിജിയും നെഹ്റുവും മാധവിക്കുട്ടിയും പ്രണയിച്ചിട്ടുണ്ട്, ഞാനും പ്രണയിക്കുന്നു, എനിക്ക് 5000 പ്രണയിനികളുണ്ട്. എത്ര നിരുത്തരവാദപരമായ പ്രസ്താവനയാണിത്? പ്രണയം കുറ്റമല്ലായിരിക്കാം, പക്ഷേ വിവാഹേതര ബന്ധങ്ങൾക്കായി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുന്നതും അത് ചോദ്യം ചെയ്യുന്ന ഭാര്യയെ സ്റ്റാഫിനെ വിട്ട് മർദ്ദിക്കുന്നതും കുറ്റമാണ്. താൻ ഒരു അഴിമതിയും നടത്തിയിട്ടില്ലാത്ത പൊതുപ്രവർത്തകനാണെന്നും പത്തനാപുരത്തെ ജനങ്ങൾ തന്നെ കൈവിടില്ല എന്നൊക്കെയാണ് ഗണേഷിന്റെ വാദം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തന്റെ സഹോദര ഭാര്യയും മുൻ DGPയുമായ R ശ്രീലേഖ BJPയിൽ ചേർന്നതുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ വരുന്നത് എന്നാണ് ഗണേഷിന്റെ മറ്റൊരു കണ്ടെത്തൽ. എന്നാൽ ബിന്ദു മേനോൻ ചോദിക്കുന്നത് ലളിതമായൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യത്തിന് ശ്രീലേഖയുമായി എന്താണ് ബന്ധം? ഒരു സ്ത്രീ സഹായത്തിനായി വിളിച്ചാൽ ഉടൻ FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് സുപ്രീം കോടതിയുടെ വരെ ഉത്തരവ്. എന്നാൽ ഇവിടെ ഗണേഷ് കുമാറിന് വേണ്ടി പോലീസ് നിയമപുസ്തകം അങ്ങ് മടക്കി വെച്ചു, വേണമെങ്കിൽ കത്തിച്ചും കളയും. ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട്. ഗണേഷിന്റെ സ്റ്റാഫ് കയ്യേറ്റം ചെയ്തു എന്ന് ആ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. എന്നിട്ടും പരാതി ലഭിച്ചാൽ മാത്രം കേസെടുക്കാം എന്ന നിലപാടിലാണ് പോലീസ്. എന്തൊരവസ്ഥയാണിത്! ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് അവസ്ഥ, നമുക്ക് എന്തായിരിക്കും അവസ്ഥ? ഭയന്നോടി ബിന്ദു പരാതിയിൽ നിന്നും പിന്മാറുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. മന്ത്രി തന്നോട് ക്ഷമ ചോദിച്ചു എന്നും ഇതൊരു കുടുംബ പ്രശ്നമാണെന്നൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന കുറ്റകൃത്യം വെറും ഒരു ക്ഷമാപണത്തിലൂടെ തീരുന്നതാണോ? അധികാരം ഉപയോഗിച്ച് ഒരു സ്ത്രീയെ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ പരാതി പിൻവലിപ്പിക്കുന്നത് നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഇവിടെ പിണറായി വിജയൻ ഈ ഒത്തുതീർപ്പിന് മൗനാനുവാദം നൽകുകയാണ്.
LDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPI ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. മന്ത്രിയെ മാറ്റി നിർത്തുന്നതാണ് ഉചിതമെന്ന് ബിനോയ് വിശ്വം തുറന്നു പറഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തിരിച്ചടിയുണ്ടാകുമെന്നും അവർ ഭയക്കുന്നുണ്ട്. എന്നാൽ CPIM ഗണേഷിനെ സംരക്ഷിക്കാൻ കവചമൊരുക്കുകയാണ്. പത്തനാപുരം സീറ്റിലെ ജയസാധ്യത മാത്രമാണ് CPIMന്റെ ഏക ലക്ഷ്യം. ഗണേഷ് കുമാറിനെ പുറത്താക്കിയാൽ അദ്ദേഹം UDFിലേക്ക് പോകുമോ എന്ന ഭയം പിണറായി വിജയനെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീതി എന്ന വാക്ക് CPIMനെ നിഘണ്ടുവിൽ നിന്നും ഇപ്പോൾ മാഞ്ഞു പോയിരിക്കുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലെ? ഒരു ക്രിമിനൽ കേസ് ഒത്തുതീർപ്പാക്കാൻ ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുന്നത് ജനാധിപത്യത്തിന് തന്നെ അപമാനമാണ്. കേരളത്തിൽ ഇപ്പോൾ ഇത് സ്ഥിരം കാഴ്ചയുമാണ്. 2013 UDF ഭരണകാലത്ത് ഗണേഷ് കുമാറിനെതിരെ ഇതേപോലെ യാമിനി തങ്കച്ചി, അതായത് മുൻ ഭാര്യ, ആരോപണം ഉന്നയിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനും പിണറായി വിജയനും എന്താ പറഞ്ഞത്? ഭാര്യയെ തല്ലുന്ന മന്ത്രി രാജിവെക്കണം. ഇത് പറഞ്ഞ് നിയമസഭ സ്തംഭിപ്പിച്ചവരാണ് ഇവരൊക്കെ. അന്ന് ഉമ്മൻചാണ്ടി ഗണേഷിന്റെ രാജി വാങ്ങി. എന്നാൽ ഇന്ന് അതേ ഗണേഷ് കുമാറിനെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ പോലീസിനെ ചങ്ങലക്കിടുന്നു. ഈ ഇരട്ടത്താപ്പാണ് ജനങ്ങൾ കാണുന്നത്. അന്ന് സ്ത്രീ സുരക്ഷ പറഞ്ഞവർ ഇന്ന് വ്യക്തിപരമായ കാര്യം. എല്ലാം വെറും രാഷ്ട്രീയം, എല്ലാം വെറും ഷോ ഓഫ് ആണ്. ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗണേഷ് കുമാർ എന്ന വ്യക്തിയേക്കാൾ ഗണേഷിന്റെ വോട്ടുകൾക്കാണ് പിണറായി വില കൽപ്പിക്കുന്നത്. ഇത് ആദർശ രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണ്. യുവജന മഹിളാ സംഘടനകൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു. VD സതീശനും രമേശ് ചെന്നിത്തലയും സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെതായ രീതിക്ക് വളരെയേറെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നു. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നീതി ലഭിക്കാത്ത നാട്ടിൽ ഏത് സ്ത്രീക്കാണ് സുരക്ഷിതത്വം? പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. ജനങ്ങളുടെ ചോദ്യത്തിന് മുമ്പിലും മുഖ്യമന്ത്രി മൂഢനാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ഇതിന് വലിയ വില എന്തായാലും നൽകേണ്ടി വരും. പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഈ സംഭവം വലിയ ചർച്ചയായിട്ടുണ്ട്. സ്ത്രീപക്ഷ കേരളം എന്ന സർക്കാരിന്റെ പരസ്യം ഇന്നൊരു തമാശയായി മാറിയിരിക്കുകയാണ്. അധികാരം എന്നത് ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ സ്വന്തം തെറ്റുകൾ മറച്ചു പിടിക്കാനുള്ള മറയല്ല. ഗണേഷ് കുമാർ വിഷയത്തിൽ പിണറായി വിജയൻ കാണിച്ച ഈ കീഴടങ്ങൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചനയും നാണം കെട്ട സംഭവമാണ്. ഒരു സ്ത്രീയുടെ കണ്ണുനീരിനേക്കാൾ വലുതാണ് ഒരു വോട്ട് എന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികൾക്ക് അധിക കാലമൊന്നും അധികാരത്തിൽ തുടരാൻ കഴിയില്ല. ഗണേഷ് കുമാർ ഇന്നും മന്ത്രിയായി തുടരുന്നു എന്നത് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ബിന്ദു മേനോൻ പരാതി പിൻവലിച്ചിട്ടുണ്ടാകാം, പക്ഷേ ജനങ്ങളുടെ കോടതിയിൽ ഗണേഷും പിണറായിയും കുറ്റക്കാരാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതിന് മറുപടി നൽകും. ഇന്നത്തെ ഈ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പിണറായി വിജയൻ ഗണേഷിന് മുന്നിൽ മുട്ടുമടക്കിയത് ശരിയാണോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കുക. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.